വളരെ 10 ദിവസം പിന്നിടുകയാണ്. അന്നത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു മെഡിക്കൽ കോളേജ് ആകുമ്പോൾ നേരത്തെ പ്രജീഷ് പറഞ്ഞ പോലെ മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളുടെ എല്ലാം സാധാരണക്കാർ വന്നു ചേരുന്ന സ്ഥലമാണ്. അപ്പോൾ വേഗത്തിൽ വേണം അവിടുത്തെ പരിഹാര കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഈ വൈകുന്നത്? ഒരു തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലേ? എന്താണ് കൗൺസിലർ എന്ന നിലയിൽ താങ്കൾ മനസ്സിലാക്കുന്നത്? ശ്രീമോഹനൻ കേൾക്കാമെങ്കിൽ. കേൾക്കാം. എന്തുകൊണ്ടാണ് ഈ കാലതാമസം? ഇത് ഇത്രയും ദിവസമായില്ലേ? മെഡിക്കൽ കോളേജ് അല്ലേ? അവിടെ ഇപ്പോഴും പരിശോധനയിലാണ്. അവിടെ ഇപ്പൊ എല്ലാം ക്ലിയർ ചെയ്തിട്ട് മാത്രമേ രോഗികളെ അങ്ങോട്ട് ഇത് കടത്തുന്നുള്ളൂ തീരുമാനിച്ചത്. ഇപ്പൊ തൽക്കാലുള്ള കാഷ്വാലിറ്റി വെച്ചിട്ടാണ് ഇപ്പൊ രോഗികളെ ചികിത്സിക്കുന്നത്. അല്ല, അതാണ് ചോദിച്ചത്. ഈ നിലവിൽ ആ പഴയ കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിക്കാനുള്ള ഈ വൈകൽ, ഈ ബാറ്ററികളൊക്കെ മാറ്റി സ്ഥാപിച്ചു എന്ന് പറയുന്നു. അതിന് വേഗത്തിൽ അതിന്റെ അനുമതികളും ഒക്കെ നേടിയെടുത്ത് കാര്യങ്ങൾ ശരിയാക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഈ വൈകുന്നത്? അതിന്റെ പണി നടക്കുന്നുണ്ട്. വളരെ ധൃതി വിട്ട് അതിന്റെ പണി നടക്കുന്നുണ്ട്. അതിന് മന്ത്രി ഇടപെട്ടിട്ടുണ്ട്, അവിടെ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടിട്ടുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനുള്ള പണിയോട് ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അവിടെ യാതൊരു അലസതയില്ല. രോഗികൾക്ക് അവിടെ അതെ അത്യാഹിത വിഭാഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ള ഇത്രയും ദിവസമായി. കാരണം നമ്മൾ അടിയന്തര സാഹചര്യത്തിൽ ഇടപെടേണ്ട ഒരു വിഷയമാണ്. മനുഷ്യന്റെ ജീവന്റെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു ജാഗ്രത എന്തുകൊണ്ട് ഇല്ലാതെ പോകുന്നു? നിങ്ങളെ മനസ്സിലാക്കേണ്ടത് അവിടെ ജാഗ്രത ഇല്ലാത്തതിന്റെ ജാഗ്രത കുറവൊന്നല്ല. അവിടെ ഇപ്പൊ രോഗികൾ അന്നത്തെ കയറ്റ അവിടെ കുറെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കേട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നന്നാക്കി എടുക്കേണ്ട പണിയുണ്ട്. ആ ഒരു പണിക്ക് വേണ്ടിയിട്ടുള്ള കാലതാമസം അല്ലാണ്ട് വേറൊരു കാലതാമസം അവിടെ ഇല്ല. പിന്നെ നിങ്ങൾക്കറിയാലോ, രോഗികളെ ബാഹുല്യം കൂടുകയാണ്, ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പൊ സർക്കാർ ആശുപത്രിയിലെ സൗകര്യങ്ങൾ വർദ്ധിച്ച് രോഗികൾ മുഴുവൻ കടന്നു വരുന്നുണ്ട്. ഇപ്പൊ പഴയ കേശാശുപത്രി കോംപ്ലക്സിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് വരുന്ന ആളുകളെ ചില ആൾക്ക് തൃപ്തിപ്പെടുന്നില്ല എന്നുള്ള അങ്ങനത്തെ ആളുകളാണ് ഇപ്പം സംസാരിക്കുന്നത്. അങ്ങനത്തെ ആളുകളാണ്. അല്ല, എന്ന് പ്രവർത്തനം തുടങ്ങാൻ കഴിയും? 3 ദിവസം കൊണ്ട് ശരിയാകുമെന്ന് പറഞ്ഞ് ഇന്ന് 10 ദിവസമായി. ഞാൻ മനസ്സിലാക്കിയത് എത്രയാണ്? ഒരു 10 ദിവസം കൂടെ പിടിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനിയും 10 ദിവസം. ശരി. ഒന്നുകൂടെ ആളൊന്ന് ഞാൻ പിന്നെ പോയില്ല, അവിടെ പോയിട്ടൊന്ന് ബന്ധപ്പെട്ട് ഇടപെടേണ്ടതുണ്ട്. ശരി. വളരെ നന്ദി ശ്രീ മോഹൻ. ഇനിയും 10 ദിവസം എന്നാണ് അദ്ദേഹം, അവിടുത്തെ കൗൺസിലാണ് അദ്ദേഹം മനസ്സിലാക്കിയനുസരിച്ചാണെങ്കിൽ 10 ദിവസം എന്ന് പറയുമ്പോൾ രോഗികൾ ഇനി 10 ദിവസം കാത്തിരിക്കണമെന്നുള്ള വല്ലാത്തൊരു അവസ്ഥയാണ് അവിടെ.